പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വന്ദനം. ഞാനൊരു ദൈവശബ്ദം നിങ്ങളോട് പറയാം. നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വമായി ഒറ്റപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വമായി നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ, നിങ്ങളുടെ പ്രവചനങ്ങളെ അടയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചകളെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരെ പിശാച് വ്യക്തികളിലൂടെ നിങ്ങളെ തടയിടാൻ ശ്രമിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു ദൈവശബ്ദം പറയട്ടെ. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, മോശ ജനിച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവനെ കൊന്നുകളയേണ്ടതാ. നൈൽ നദി അവനെ മിഴുങ്ങിക്കളയേണ്ടതാ. പക്ഷേ വാഗ്ദത്തമുള്ളവൻ പുറത്തു വന്നു. അവനെ ഏത് കൊട്ടാരത്തിൽ നിന്നാണോ അവനെ തകർക്കാൻ നിയമം പുറപ്പെടുവിച്ചത്, അതേ കൊട്ടാരത്തിൽ മോശ വളർന്നു. ശ്രദ്ധിച്ചോണേ, യേശുവിന്റെ ജനനവും യേശുവിനെ ബാല്യത്തിൽ കൊന്നുകളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കി. പക്ഷേ ആ പദ്ധതികളെ ദൈവം തിരുത്തി. ആമേൻ. അതിനുശേഷം നോക്കണമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആമേൻ, സ്നാനക്കുളത്തിൽ നിന്ന് കയറി വരുന്ന യേശു ക്രിസ്തുവിനെ പല ആവർത്തികൾ ശത്രു അവന്റെ ശുശ്രൂഷയിൽ ഒതുക്കിക്കളയുവാൻ പിശാച് കൈ ഉയർത്തിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. എപ്പോൾ യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തുവോ, ആ നിമിഷമേ ശത്രുവിന് അവന്റെ നേരെ കരം വെക്കുവാൻ കഴിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം വന്നപ്പോൾ, യേശു എപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തുവോ ആ നിമിഷത്തിൽ പടയാളികളിൽ പിടിക്കപ്പെടാനിടയായി. ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെ, മനഃപൂർവ്വമായി ആരൊക്കെ നിന്നെ കെട്ടിയടക്കാൻ നോക്കിയാലും, ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും, നിന്റെ ഭാവിയോ, നിന്റെ ശുശ്രൂഷയോ, നിന്റെ ജീവിതത്തെയോ, ആരോ, ഏത് വ്യക്തിയോ, ഏത് മണ്ഡലമായിക്കൊള്ളട്ടെ, അതിനെ തകർക്കുവാൻ യേശു ശക്തനായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുക. നിന്നമേൽ പറഞ്ഞ വാഗ്ദത്തം, അരുളപ്പാടുകൾ, പ്രവചനങ്ങൾ അത് നിവർത്തിയാകും. വിശ്വസിക്കുക. മാറ്റി നിർത്തിയെടുത്ത് ചേർത്ത് നിർത്തും. അകറ്റി മാറ്റിയവർ മാനിച്ചു നിർത്തും, ഉയർത്തും. ധൈര്യമായിരിക്കുക. God bless you in Jesus' name. Amen.